അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ അപലപിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ മകളോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ. ഡൽഹിയിലെ ജംഗ്പുര റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനാണ് മണിശങ്കർ അയ്യരുടെ മകളായ സുരണ്യ അയ്യരോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ താൻ താമസിക്കുന്ന വീടുമായോ കോളനിയുമായോ ജംഗ്പുര റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന് യാതൊരു ബന്ധവുമില്ലെന്ന് സുരണ്യ വ്യക്തമാക്കി. ഹിന്ദു മതത്തിന്റെയും ദേശീയതയുടെയും പേര് പറഞ്ഞു നടത്തുന്ന അതിക്രമങ്ങളെ അപലപിച്ചും മുസ്ലിം പൗരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെതിരെ നിലപാടെടുത്ത സുരണ്യ അയ്യർ 3 ദിവസം ഉപവാസമനുഷ്ഠിച്ച് പ്രതിഷേധിച്ചിരുന്നു. ജനുവരി 20 മുതൽ 23 വരെ ഉപവാസമനുഷ്ഠിക്കുന്ന വിവരം സുരണ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. രാമക്ഷേത്രത്തിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത്തരം നിലപാടുകളുള്ളവർ താമസിക്കുന്നിടത്തേക്ക് മാറണമെന്നായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ സുരണ്യയോട് ആവശ്യപ്പെട്ടത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ അത്തരം ചിന്താഗതിയുള്ളവർ താമസിക്കുന്നിടത്തേക്ക് മാറണം. അവിടെയുള്ളവർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങളോട് കണ്ണടയ്ക്കാൻ കഴിയുമെന്നും അസോസിയേഷൻ സുരണ്യയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. പ്രതിഷേധങ്ങളും നടപടികളുമായി ഇറങ്ങുന്നതിന് മുൻപ് താൻ പറഞ്ഞ മുഴുവൻ വീഡിയോയും കാണണമെന്നാണ് സുരണ്യ ഇതിനോട് പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കപ്പുറം കൂടുതലൊന്നും പറയാനില്ലെന്നും അവർ പറഞ്ഞു. സുരണ്യ അയ്യരുടെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും സമൂഹത്തിലെ സമാധാനവും സൗഹാർദ്ദവും തകർക്കുമെന്നും മതവികാരം വ്രണപ്പെടുത്തുമെന്നും പറഞ്ഞ് ചിലർ തങ്ങളെ സമീപിച്ചതായി അസോസിയേഷൻ കത്തിൽ അവകാശപ്പെടുന്നുണ്ട്. മകളുടെ പ്രവൃത്തിയെ അപലപിച്ച് രംഗത്ത് വരണമെന്ന് മണിശങ്കർ അയ്യരോടും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നേരത്തെ തിരുവനന്തപുരത്ത് ബാബരി മസ്ജിദ് അനുസ്മരിച്ച് പ്രതിഷേധിച്ചയാൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നു. ബാലരാമപുരം സ്വദേശി ഒറ്റയാൾ സലീം എന്ന മുഹമ്മദ് സലീമിനെതിരെയാണ് കേസെടുത്തത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ സംസാരിച്ചെന്നായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത്. ബാബരി മസ്ജിദ് തകർത്തിയെടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കറുത്ത ദിനമായി ആചരിക്കണമെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ബാബരി മസ്ജിദിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുമായാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുത്ത വസ്ത്രമായിരുന്നു സലീം ധരിച്ചിരുന്നത്.